പി സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സൗണ്ട് മിക്സർ ഫസൽ എ ബക്കറാണ്. ഇക്ക, വെൽക്കം ടു പി സ്റ്റുഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കൺഗ്രാജുലേഷൻസ്. കാരണം പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 2024 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ബെസ്റ്റ് സൗണ്ട് മിക്സിങ്ങിനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പം എന്ത് ഫീൽ ചെയ്യുന്ന ഈ ഒരു മൊമെന്റിൽ? അവാർഡൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇതിനു മുമ്പ് ഉള്ള സിനിമകൾ ചെയ്തപ്പോൾ അന്ന് ആ സിനിമകൾ കണ്ടിട്ട് പലരും പറഞ്ഞിരുന്നു ഇതിന് അവാർഡ് ഉണ്ടാവും എന്ന് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോഴും എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു അവാർഡ് വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇല്ലയെന്ന് ഞാൻ പറയണില്ല. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് പറയാം, ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ ഈ പറഞ്ഞ പോലെ അത് മാറിപ്പോയി. പിന്നെ ആഗ്രഹമേ ഇല്ലാണ്ടായി. മഞ്ഞുമൽ ബോയ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാവരും ഇങ്ങനെ അവാർഡ് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴും നമ്മളത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. നിനക്ക് നടക്കൂല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. സന്തോഷമില്ല എന്ന് പറയാനുള്ള സന്തോഷമുണ്ട്. ഇൻഡസ്ട്രിന്നാണെങ്കിലും ആരൊക്കെ വിളിച്ചു? അപ്രീസിയേഷൻസ് എവിടുന്നൊക്കെ? എല്ലാവരും വിളിച്ചു. കൂട്ടുകാർ, വീട്ടുകാർ എല്ലാവരും വിളിച്ചു. ഇത് ഇത്രയും വലിയൊരു സംഭവമാണെന്ന് ശരിക്കും കിട്ടിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു വാല്യൂ എന്താണെന്ന്. അത്രേ ഉള്ളൂ. പിന്നെ അവാർഡ് മേടിക്കാൻ പോയപ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത്. പിന്നെ ഞാനങ്ങനെ ഒരുപാട് സന്തോഷിക്കാൻ ശ്രമിക്കാറില്ല ഇപ്പൊ. കാരണം ഈ സന്തോഷം എന്ന് പറഞ്ഞാലേ, ഈ സന്തോഷം വളരെ ലിമിറ്റഡ് അല്ലേ. അതായത് ഇങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോവാറില്ല. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ പീസാണ് ആഗ്രഹിക്കണത്. ഒരു സമാധാനപരമായിട്ട് പോവാന്നുള്ളത് മാത്രം അത്രേ ഉള്ളൂ. അങ്ങനെ ആഗ്രഹിക്കണത്. ഈ സന്തോഷിച്ചു കഴിഞ്ഞാലേ കുറച്ചു നേരം സന്തോഷിക്കും, പിന്നെ നമ്മളങ്ങോട്ട് അത് ഡൗൺ ആയി പോകും. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ അല്ല, ആഗ്രഹിക്കണല്ല, നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പല ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളിൽ നിന്നുള്ള നമ്മൾ പല കാര്യങ്ങൾ പഠിക്കണേ. അപ്പം അങ്ങനെ പഠിച്ചൊരു പാടോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് വരുമ്പോൾ അതൊന്ന് ലിമിറ്റഡ് ആകും. കാരണം അതിലങ്ങനെ കൂടുതൽ സന്തോഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഞാൻ വളരെ ഇപ്പം ലിമിറ്റഡ് ആണ്. അതായത് സന്തോഷമുണ്ടാ, ഓക്കെ, സന്തോഷമുണ്ട്. പക്ഷെ ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതുണ്ട് ഇപ്പം, അതങ്ങനെ നിലനിർത്തി തരട്ടെ എന്നുള്ളൊരു ഇത് മാത്രമേ. മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊമോഷൻ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അനോമി മൂവിയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സോ ഫസലിക്ക കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസലിക്കയുടെ ഒരു പാറ്റേൺ പോകുന്നത് ഫസ്റ്റ് ഒരു വേർഷൻ ഫസലിക്ക ചെയ്യും, പിന്നെ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഒരു സൗണ്ട് ഡിസൈനർ, പിന്നെ ഡയറക്ടറിലേക്ക് പോകുന്നുള്ളത്. അപ്പൊ അനോമി എന്നൊരു മൂവിയുടെ ഒരു വിഷ്വൽ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ കഥ നറേറ്റ് ചെയ്ത് കേട്ടപ്പോൾ, അതിന്റെ പെർസ്പെക്റ്റീവ് ഓഫ് സൗണ്ട് എങ്ങനെ ആയിരിക്കണം എന്നായിരുന്നു ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല, അനോമി ശരിക്കും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണമല്ലോ ഒരു സിനിമ നമ്മൾ ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സിനിമയായിരുന്നു അനോമി. റിയാസാണ് ഡയറക്ടർ, ആദിത്താണ് ഇതിൻ്റെ മറ്റേ പ്രൊഡ്യൂസർ. അപ്പം ഇവരൊരു ദിവസം നന്ദു എന്ന് കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നന്ദു മ്യൂസിക് ഡയറക്ടറാണ്. ഈ ഹാളിലേക്ക് മ്യൂസിക് ചെയ്തേക്കണത് നന്ദുവാണ്. അപ്പം നന്ദുവിൻ്റെ ഫ്രണ്ട്സാണ് ഇവർ. അങ്ങനെ നന്ദു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫസ്റ്റൊക്കെ ഒരു പടമുണ്ട്, ഒന്ന് ഞാനങ്ങോട്ട് വിടട്ടെ, അവരൊന്ന് കാണാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താടാ പോരെന്ന് പറഞ്ഞു. അപ്പോൾ റിയാസും ആദ്യത്തും വന്നിരിക്കുന്നു, ഇങ്ങനെ ഒരു പടം ഉണ്ടാവും ചെയ്യാൻ. ഞാൻ പറഞ്ഞു അതിനെന്താ ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊരു സാധാരണ സിനിമ അപ്രോച്ച് ചെയ്യണ പോലെയാണ് അത് ചെയ്തത്. പക്ഷേ ഉണ്ടല്ലോ, ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ത്രില്ലർ ജോണറാണ്, ഒരു നോർമൽ ത്രില്ലർ. സയൻസ് ഫിക്ഷൻ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു സയൻസ് ഫിക്ഷൻ എലമെന്റ്സ് ആണോ എന്താണോ. ഒരു നോർമൽ സിനിമ. അപ്പം സിനിമ ടോട്ടലി 7 റീലുണ്ട്. അപ്പം 6 റീലേ എനിക്ക് ഇവർ തന്നിട്ടുള്ളൂ, റിയാസ് തന്നിട്ടുള്ളൂ. അപ്പം ഇതേപോലെ യൂഷ്വലി എല്ലാ സിനിമകളിലും ഞാൻ അപ്രോച്ച് ചെയ്യണ പോലെ ഞാൻ ഇത് ചെയ്തു. അപ്പോൾ എനിക്ക് മ്യൂസിക് ഹർഷവർദ്ധനാണ് ചെയ്തേക്കുന്നത്. ഹർഷവർദ്ധൻ രാമേശ്വർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര സ്റ്റേറ്റ് മറ്റേ നാഷണൽ അവാർഡൊക്കെ വാങ്ങിയ ഒരു അനിമൽ എന്ന് പറഞ്ഞ പടമൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ മ്യൂസിക്കും സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് സിംഗ് സിനിമയാണ്. മറ്റേ സച്ചിൻ എന്നൊക്കെ പറഞ്ഞ അവരാണ് സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഇവർ അപ്രോച്ച് ചെയ്തിരുന്നു ആദ്യം. അപ്പം അവരുമായിട്ട് അത് വർക്കാവാത്ത കാരണമാണ് ശരിക്കും നന്ദു വിളിച്ചിട്ട് ഇത് എൻ്റെ അടുത്തേക്ക് വിടണത്. പക്ഷെ ഞാനിത് കണ്ടപ്പോൾ 6 റീലേ ഞാൻ കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൻ്റെ ഈ പറഞ്ഞ പോലെ ക്യാമറ മൂവ്മെൻറ്റ്സ്, പിന്നെ ഭാവന, റഹ്മാൻ കോംബോ രസമായിട്ടുണ്ട്. പിന്നെ ത്രില്ലർ, ഞാൻ കണ്ട സ്ഥലം വരെ ഒരു ത്രില്ലർ പരിപാടിയാണ്, ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പം ഞാൻ
മ്യൂസിക് ഭയങ്കര രസമായി വന്നിട്ടുണ്ട്. മ്യൂസിക് ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വൽ ഒരു പാറ്റേണിലല്ല ഈ ഹർഷവർദ്ധൻ അതിനെ അപ്രോച്ച് ചെയ്തേക്കണേ. വളരെ എന്താ പറയുക, ടോണൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡിസൈൻ മൂഡ് പോലെ. അപ്പോൾ ഞാൻ ആ മ്യൂസിക് മൊത്തം റീഡിസൈൻ ചെയ്തത്, പല സ്ഥലങ്ങളിലും റീഡിസൈൻ ചെയ്ത് ഒരു വേറൊരു ടൈപ്പ് പരിപാടി. നമുക്കൊരു സിനിമ ഡെസ്റ്റിനി ഉണ്ടല്ലോ ആ സിനിമക്ക്, എന്നപോലെ നമ്മളൊരു സിനിമ തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഐഡിയകൾ വന്നത്. ഓക്കെ, ഞാൻ ഈ സിനിമ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു സാധനം ഇല്ല സിനിമയിൽ. നമ്മൾ ഇരുന്ന് ചെയ്ത് നമ്മൾ ആ സിനിമയുടെ ജോണറും അതിൻ്റെ ഇമോഷണൽ കണക്റ്റും ഒക്കെ നോക്കി വരുമ്പോൾ നമ്മൾ യൂഷ്വലി ആ സിനിമയിലേക്ക് ആയി പോകണതാണ്. അങ്ങനെയാണ് എല്ലാ സിനിമകളും. എൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാധനത്തിലേക്ക് എത്തി. അപ്പം ഞാൻ ഇതിൻ്റെ ക്ലൈമാക്സിൽ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഫസ്റ്റിലേക്ക് അത് പണി അടയ്ക്കണം തരാം എന്ന് പറയും റിയാസ്. അപ്പോൾ ആദ്യത്തും പറയും ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള പണി ഉണ്ടായില്ല അത്. അപ്പോൾ ഈ സിനിമയിലുള്ള പ്രത്യേകതകൾ ഒരുപാടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇതിനകത്ത് അഡീഷണലി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാ സിനിമക്കും എല്ലാ സോഫ്റ്റ്വെയറുകളും ബേസിക് ഒരു സോഫ്റ്റ്വെയറിലാണ് നമ്മൾ സിനിമ മിക്സ് ചെയ്യണത്. എൻ്റെ കേസിൽ ഞാൻ മഞ്ഞുമൽ വോയിസ് ഒക്കെ യൂസ് ചെയ്തപ്പോഴും നമ്മളൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറും കൂടിയും സ്റ്റാൻഡ് ലോൺ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ മിക്സ് പോണത്. അത് എല്ലാവരും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എൻ്റെ കേസിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ഇതൊരു ജോലിയായിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് ഇതിനെ എത്രയും നല്ലതാക്കാമെന്ന് നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് നമ്മളൊരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പം ഇതിന്റെ കേസിൽ നമ്മൾ സൗണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഭാവന അത് ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. എനിക്കറിയില്ല അതെങ്ങനെ ആയിത്തീരുന്നു. ആക്ച്വലി അത് ഞാൻ പല സിനിമകളിലും ഞാനിതൊക്കെ യൂസ് ചെയ്യും, പല സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യും. പക്ഷേ ഈ സൗണ്ട് പാർട്ടിക്കിൾ 3 റിലീസായ സമയത്ത് 2 ആയിരുന്നു ആദ്യം യൂസ് ചെയ്യുന്നത്. 3 റിലീസായ അതിലും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ശരിക്കും സൗണ്ട് പാർട്ടിക്കിൾസ് യൂസ് ചെയ്യണത് സൗണ്ട് ഡിസൈനേഴ്സാണ്. ആക്ച്വലി സൗണ്ട് ഡിസൈനേഴ്സിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് സൗണ്ട് പാർട്ടിക്കിൾസ്. പക്ഷെ മിക്സിൽ അങ്ങനെ ആരും അത് യൂസ് ചെയ്യാറില്ല. കാരണം യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ, ഒന്നാമത്തിൽ ആ സോഫ്റ്റ്വെയർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു മിക്സിംഗ് എഞ്ചിനീയേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് യൂസ് ചെയ്യാത്തത്. പക്ഷേ ഞാനത് യൂസ് ചെയ്തിരുന്നു. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനകത്ത് ഈ മ്യൂസിക്കൽ ഡിസൈനും സൗണ്ട് ഡിസൈനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം നമുക്കറിയാലോ ഒരു സിനിമയിൽ നമുക്കത് യൂസ്ഫുൾ ആവും. പിന്നെ അത് കംപ്ലീറ്റ്ലി ആ സിനിമയിലേക്ക് ഞാനത് അഡാപ്റ്റ് ചെയ്തു. അതെ, അതായത് റിയാസിൻ്റെ അടുത്ത് പറയടാ, റിയാസ് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആദ്യത്തും പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്കത് സെറ്റ് ചെയ്യാം. അതറിയില്ല ശരിക്കും. ശരിക്കും ഒഫീഷ്യലി നമ്മളെയാണ് ആദ്യമായിട്ട് അവർ ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഇത് ആൾക്കാർ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല. കാരണം എല്ലാവരും ഇപ്പോൾ പാഷനായിട്ട് വർക്ക് ചെയ്യണ ഒരുപാട് ആൾക്കാർ പല സോഫ്റ്റ്വെയറും യൂസ് ചെയ്യും. ചിലപ്പോൾ ഇതിനെക്കാട്ടിയും വേറെ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവാം, ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഒഫീഷ്യലി നമ്മളെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ സൗണ്ട് പാർട്ടിക്കിൾസ്. അത് അവരുടെ സൈറ്റിൽ കയറി അറിയാം. കണ്ടിരുന്നില്ല, അനോമിയാണ്. അതായത് അത് എത്രയോ വലിയ സിനിമകളുടെ ഒപ്പമാണ് നമ്മളുടെ ഈ ഒരു ചെറിയ സിനിമ ഡ്യൂൺ, ഓപ്പൺഹൈമർ, വെപ്പൺസ്, അങ്ങനെ F1 ഇതിനകത്തൊക്കെ ഇത്രയും വലിയ സിനിമകളുടെ ഒപ്പമാണ് ആ സിനിമ, കുഞ്ഞു സിനിമ വന്ന് കയറിയേക്കണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യമാണ്. പിന്നെ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ അവരൊരു ഇന്റർവ്യൂ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു വെബിനാർ ചോദിച്ചിട്ടുണ്ട്. അവർ ഇതെങ്ങനെയാണ് അത് മിക്സിലും അവർക്ക് ഞാനത് യൂസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മിക്സിംഗ് എഞ്ചിനീയേഴ്സ് യൂഷ്വലി ഈ സാധനം യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് മിക്സിൽ യൂസ് ചെയ്തത്, ആ ഒരു എന്താണ് അതിന്റെ റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അതെ, ഞാൻ മിക്സിലേക്ക് ഇത് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇതിരുന്നു. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്ലാൻ എന്തായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പ്ലാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം ഞാൻ ബീറ്റ ടെസ്റ്ററാണ് ശരിക്കും അവരുടെ. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൗണ്ട് പാർട്ടിക്കിൾസ് അല്ലാതെ ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, വേറെ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ബ്ലോക്ക് ഹെഡിന്റെ പ്രത്യേകത, അതിന് ശരിക്കും ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അങ്ങനത്തെ സാധനങ്ങളാണ് വേണ്ടത്. നമ്മുടെ മനസ്സിൽ എന്താണ് അത് നമ്മൾ മനസ്സിൽ നിന്ന് തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മ്യൂസിക്കൽ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാലും എല്ലാം അതിൻ്റെ ഒരു ടൈം ലൈൻ ഉണ്ടാവും. 1 2 3 4 എന്നുള്ള ടൈം ലൈനിലാണ് ഇത് പോണത്, ഒരു താളത്തിലാണ് ഇത് പോണത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ താളമൊന്നുമില്ല. നമ്മളുടെ മനസ്സിൽ എന്താണോ താളം അതാണ് നമ്മളിതിൽ കൊണ്ടുവരുന്നത്.
പിന്നെ എന്താണ് പറയുക, പിന്നെ റീപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. റീപ്പർ എന്ന് പറഞ്ഞൊരു ചെറിയ സോഫ്റ്റ്വെയർ ആണ്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഞങ്ങൾ സ്ക്രിപ്റ്റിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പ്രോഗ്രാമിങ്, ചില സാധനങ്ങൾ പ്രോഗ്രാമിങ്. പിന്നെ നമ്മൾ CGI യൂസ് ചെയ്തിട്ടുണ്ട്. VFXന്റെ CGI വെച്ചിട്ടുള്ള പാനിങ് പരിപാടികളൊക്കെ CGI വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ പാനിങ് അത് നമ്മൾ എത്ര മാനുവലി പാൻ ചെയ്ത് കഴിഞ്ഞാലും പാനിങ് ഒന്നും, അങ്ങനെയൊക്കെയാണ് ഹോളിവുഡ് സിനിമകൾ അവർ വർക്ക് ചെയ്യണത്. സൗണ്ടിൽ അങ്ങനെയൊക്കെയാണ് അവർ വർക്ക് ചെയ്യണത്. കാരണം നമ്മളിപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു അഡീഷണൽ മൂവ്മെൻ്റ് ഉള്ള സാധനം നമ്മൾ എത്ര മാനുവലി ഇത് മൂവ് ചെയ്താലോ, ചിലപ്പോൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്താൽ പോലും നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള പാനിങ് കിട്ടില്ല. അപ്പോൾ ഈ CGI ഫയൽ വെച്ചിട്ട്, VFXന്റെ ഫയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പാനിങ് മൊത്തം യൂസ് ചെയ്തേക്കണം. അങ്ങനെ കുറേ മെത്തേഡ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, നമ്മളിത് മിക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞാലും, തിയേറ്ററിലുള്ള ചേട്ടന്മാർ കറക്റ്റ് ആയിട്ടുള്ള വോളിയം വെച്ചാൽ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. കാരണം ഡിഫറെന്റ് ആയിട്ട് തിയേറ്ററുകളിൽ ഡിഫറെന്റ് ഇതിലാണല്ലോ. അതെ, അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ടൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും തിയേറ്ററിലെ ചേട്ടന്മാര് അവര് ഇതിനൊരു റൈറ്റ് വോളിയം ഉണ്ടല്ലോ. നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് അത് കറക്റ്റ് വോളിയത്തിൽ വെച്ചാലേ അത് ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് നമ്മളെല്ലാം ചെയ്യണേ. ഇതെല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കണേ, നല്ലതാണോ ചീത്തയാണോ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതവിടെ കഴിഞ്ഞു. നമ്മളിനി അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞൊരു കാര്യമില്ല. നമ്മളത് ചെയ്തു. അപ്പോൾ അത് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് ഞാനിലും പറയണത്. അപ്പോൾ അത് നന്നാവോ ചീത്തയാവോ എന്ന് അറിയില്ല, നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കണ്ടു കഴിയുമ്പോൾ അത് അറിയാം. അതിൻ്റെ ഒരു ഇപ്പൊ ഫസലിക്ക ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ഇപ്പൊ സക്സസ് ആയിട്ട് നിൽക്കുകയാണ് ഒരു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. സക്സസ് ഒന്നുമില്ല, ഞാൻ പണ്ടേ സക്സസ് തന്നെയായിരുന്നു. നമ്മളങ്ങനെ പെട്ടത് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സക്സസ് ആണ്. അപ്പൊ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു കുറെ പ്രഷർ കാണാം, ഒരു ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫേസ് ചെയ്യേണ്ടതിന് ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടോ സ്റ്റിൽ? ഇപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. എനിക്ക് റീസെൻ്റ് ആയിട്ടുണ്ടായത്, എനിക്ക് വിഷമം എന്ന് ഉള്ളത് ഒരാളെന്നോട് അങ്ങനെ ചെയ്യുന്ന പുറത്തുള്ള വിഷമമൊന്നുമില്ല എനിക്ക്. പക്ഷെ ഒരു വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, അതായത് ആഗ്രഹിക്കുന്ന ഒരു സാധനം നമ്മൾക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷമമുണ്ട്. അല്ലാതെ വേറൊന്നുമില്ല. അത് അതിൻ്റെ ഡയറക്ടർ ഇവിടെ വന്നു, ഞാനായിട്ട് സംസാരിച്ചു, കൈ തന്നു, ഓക്കെ ഫസലിക്ക നമുക്കിത് സെറ്റാക്കണം, അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഷൂട്ടിൻ്റെ തലേന്ന് ഇതിൻ്റെ പോസ്റ്റർ റിലീസിൻ്റെ സമയത്താണ് ഞാൻ അറിയണത് അതിൽ നിന്ന് ഞാൻ മാറി എന്നുള്ളത്. ഇതൊക്കെ സിനിമയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ആ സിനിമ കിട്ടാണ്ടിരുന്നപ്പോൾ എനിക്ക് അത് ഡയറക്ടർ ഒരുപാട് പറഞ്ഞു നോക്കിയില്ല, അത് ഫസലിക്കയാണ് അത് ചെയ്യണം, ഞങ്ങൾ ഓൾറെഡി ഫസലിക്ക അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പോലും അത് ഇപ്പം മിക്സ് ചെയ്യണ ആള് അത് പ്രൊഡക്ഷൻ വഴി അത് ഓപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അത് ലാസ്റ്റ് ഡയറക്ടറിനെ എടുത്തു പറഞ്ഞ ഫസലിക്ക സോറി, അതിങ്ങനെ പ്രൊഡക്ഷൻ വഴി അവർ ഓപ്പറേറ്റ് ചെയ്തത് അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പ്രഷറുണ്ട്. ഞാൻ ഡയറക്ടറല്ലേ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, അതിനെന്താ, സിനിമ ഇനിയും നിങ്ങൾ സിനിമ ചെയ്യും, ഞാനുണ്ടെങ്കിൽ ഞാൻ മിക്സ് ചെയ്യാൻ തയ്യാറാണ്, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതങ്ങനെ പോയി. അതിനകത്തുള്ള വിഷമം ഇതാണ്, നമ്മൾ ആ പ്രൊജക്റ്റ് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവില്ലേ, ആ ആഗ്രഹം സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തുള്ളൊരു ഞാനൊരു മനുഷ്യനായതുകൊണ്ടും ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് ആ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ മനസ്സിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കാണും. അല്ല, പിന്നെ ഞാൻ ആലോചിക്കണതേ എന്തെങ്കിലും നല്ല റീസൺസ് ഉണ്ടാവും ചില കാര്യങ്ങൾ. അതിപ്പോൾ എനിക്ക് തോന്നുന്ന ജീവിതത്തിലായാലും എനിക്ക് ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും നല്ല റിലേഷൻഷിപ്പിലിരുന്ന എൻ്റെ ഫാമിലി ആയിട്ട് ഒരു സമയത്ത് നമ്മൾ മാറി പോകണ്ട, ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ കുടുംബപരമായിട്ട് എന്താണ് റീസൺ എന്ന് പോലും നമുക്കറിയില്ല, ഇപ്പോഴും അറിയില്ല എന്താണ് റീസൺ എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഓക്കെ നല്ലതായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ഇല്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ വാശി പിടിക്കണതിൽ അർത്ഥമില്ല. അപ്പം ആവശ്യമുള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് ഇൻഡസ്ട്രിയിലായാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് വരേണ്ടതാണ് നമുക്ക്. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ബിലീവ് ചെയ്യണത്. ഞാനതിൽ ഭയങ്കര ഹാപ്പിയുമാണ്. നമുക്ക് ആവശ്യമാണെന്നുള്ള ആൾക്കാർ, നമ്മൾ വേണം എന്നുള്ള ആൾക്കാർ ഓക്കെ ഫസലൊക്കെ മിക്സ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഫസൽ നമ്മുടെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലാതെ ജീവിതത്തിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇല്ല, ഞാനിനി പ്രൂവ് ചെയ്യേണ്ട കാര്യമല്ലോ. ഓക്കെ ഞാൻ നല്ല മിക്സിംഗ് എഞ്ചിനീയർ ആണെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാൻ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെന്റ് വരെ നമ്മളെ അംഗീകരിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, അത് അംഗീകാരം കൊണ്ടുള്ള ഗുണങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഓക്കെ ഇനി ഞാൻ വന്ന് മിക്സ് ചെയ്യാമെന്ന് പറയണതിൽ അർത്ഥമില്ല.
അപ്പം അങ്ങനെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഇനി ജീവിതത്തിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും അങ്ങനെ വന്ന ആൾക്കാർ സന്തോഷമുണ്ട്. വർക്ക് പൈസേനെക്കാട്ടി ഇവർ നമുക്ക് വർക്ക് നല്ല വർക്കുകൾ ചെയ്യണം. അങ്ങനെയുള്ള വർക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ പലരും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ടെക്നീഷ്യൻ എന്ന നിലയിൽ ഒരു വെരി ഫസ്റ്റ് ഓഡിയൻ്റ് ആണല്ലോ. ഇപ്പോൾ ഓരോ സിനിമകളുടെയും വെരി ഫസ്റ്റ് ഓഡിയൻ്റ് ആയിരിക്കും. അപ്പോൾ അനോമി എന്ന സിനിമയിൽ ഇപ്പോൾ ഭാവനേനെ റീഇൻട്രൊഡ്യൂസിങ് ഭാവന എന്നായിരുന്നു. എനിക്കങ്ങനെ ഒരു റീഇൻട്രൊഡ്യൂസിങ് എന്നുള്ള സാധനങ്ങളൊന്നും ഭാവനയുടെ സിനിമകൾ തൊട്ടേ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു റീഇൻട്രൊഡ്യൂസിങ് ഇവിടെ തോന്നിയിട്ടില്ല. സിനിമ കാണാൻ വേണ്ടി ഭാവനയോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭാവനയോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഈ പറഞ്ഞേക്കണേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫസല് മറ്റേ മിക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തിനും ഞാനിവിടെ നിന്ന് ഓടേണ്ടി വരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഭാവനയോട്. ഒരു സൗണ്ട് പാർട്ടിക്കിൾസിന്റെ ഒരു ഒഫീഷ്യൽ പേജിലൊക്കെ ഭാവനയുടെ ഇന്റർവ്യൂവിന്റെ ഒരു കട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്ലിക്ക ഭാവനയുടെ ഒരു പെർഫോമൻസ് കണ്ട സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അവര് ഭാവന നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റഹ്മാൻ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് എല്ലാ ക്യാരക്ടറും അത് കേട്ടാ. അതിനെക്കാട്ടി ഉപരി ആ സിനിമ കാണാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അത് വേറെ കുറേ എന്താ പറയുക, അതിപ്പോൾ റിവ്യൂ ചെയ്യണ ആൾക്കാർ അതിനെങ്ങനെ കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഇവിടെ F1 വന്നപ്പോഴും സിന്നേഴ്സ് വന്നപ്പോഴും ഒക്കെ അത് കൊള്ളൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തൊന്നും നമുക്കൊരു സിനിമയും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും അത് എൻജോയ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം അതിനകത്തൊരു വേറൊരു സബ്ജക്റ്റിൽ പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ അങ്ങനത്തെ ഒരു ഇത് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പേര് തന്നെ ക്യാച്ചിയാണ്. അനോമി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്തത് അതൊരു നെയിം ആയിരിക്കും, ഭാവനയുടെ നെയിം ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതിനൊരു വേറൊരു ഇക്വേഷൻ ഓഫ് ഡെത്ത്, അങ്ങനെ ഒരു വേറൊരു അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അത് നല്ലതായിട്ട് അങ്ങനെ ഒരു സിനിമയായിട്ട് ഓക്കെ, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ കാണാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനെടുത്താൽ അത് അടിപൊളിയാണ്. അങ്ങനെ സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവണം ആ സിനിമ. അങ്ങനെ വളരെ ഇതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിൽ പ്രവർത്തിച്ച ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളടക്കം, ഇപ്പോൾ സൗണ്ട് മാത്രമല്ല അതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, റിയാസൊക്കെ ഒരുപാട്, അതിൻ്റെ പ്രൊഡ്യൂസർ ആദിത്യ, ഇവരൊക്കെ ഞാനിവരെ പൊക്കി പറയണല്ല കേട്ടോ. നമുക്കറിയാലോ സിനിമയുടെ കഷ്ടപ്പാടുകൾ. അപ്പോൾ അത് സക്സസ് ആവണം, ആയിരിക്കും, ആവട്ടെ.